ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വെൽക്കം ടു റെസിനോ ആർട്ട് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കാറിൻ്റെ ഡാഷ്ബോർഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വേർഡ് ഓഫ് ഗോഡ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു മാതാവിൻ്റെ ലോഗോം കൂടി അതിൽ ഒട്ടിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ 2 ലെയറിലാണ് ഞാൻ ഇതിൽ റെസിൻ ഒഴിച്ചേക്കുന്നത്. ഒരു ജസ്റ്റ് പിങ്ക് കളർ ഷെയ്ഡും പിന്നെ ഗോൾഡൻ ഫ്ലേക്ക് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ സ്റ്റാൻഡിലും ഗോൾഡൻ ഫ്ലേക്ക് വെച്ച് വേർഡ് ഓഫ് ഗോഡും കൂടി ഒട്ടിച്ച് മാതാവിൻ്റെ ലോഗോം കൂടി ഒട്ടിച്ചിട്ട് എന്നിട്ട് റെസിൻ്റെ ഒരു ലാസ്റ്റ് ലെയറും കൂടി ഞാൻ പോർ ചെയ്തിട്ട് അത് ഫൈനലി സെറ്റാക്കാനായിട്ട് മാറ്റി വെച്ചപ്പോഴാണ് ഞാൻ കണ്ടത് അതാണ്ട് കറക്റ്റ് ഒരാൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഞാൻ കണ്ടുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ മൊത്തം ഇത് കുളമായി കിട്ടിയാണ്. അപ്പോൾ അതാണ്ട് ഇത് മാറ്റിയിട്ട് ഞാനൊരു ബബിൾ സ്പ്രേയും കൂടി അടിച്ചിട്ട് ഇത് സെറ്റാക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും അത് കവർ ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താ ഡിമോൾഡിങ്ങിൻ്റെ ടൈമിംഗ് ആയിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡിലും ആ പിങ്ക് ഷെയ്ഡൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് ഒരു ക്ലൗഡി ലുക്കാണ് അത് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. സിമ്പിൾ ലുക്കാണ്, പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡിമോൾഡ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് എഡ്ജസ് ഒക്കെ ഒന്ന് കുറച്ച് ഷാർപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഈ ടൂൾ വെച്ച് ഞാനൊന്ന് അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി എടുക്കുവാണ്. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് സാൻഡ് പേപ്പറും കൂടി ഒന്ന് ലാസ്റ്റിലൊന്ന് അടിച്ചിട്ട് അതിൻ്റെ ഒരു നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കിതാണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. നല്ല സിമ്പിൾ ലുക്കാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ.